രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്നായിട്ടുള്ള വോട്ട് ബന്ദിയുമായി പ്രതിപക്ഷ പാർട്ടികൾ ബീഹാറിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് ബീഹാറിലെ 7 കോടിയിലധികം വരുന്ന വോട്ടർമാരിൽ ഏകദേശം 2,90,00,000 വോട്ടർമാരുടെ വോട്ടുകൾ അത് സാധൂകരിക്കാൻ വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കിയില്ലെങ്കിൽ അവരുടെ വോട്ട് അസാധുവാകും, അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നടപടിക്രമം. അതിനകത്ത് ഇപ്പോൾ എല്ലാ രീതിയിലും ചട്ടങ്ങൾ കൃത്യമായി പരിശോധിച്ച് വരുമ്പോൾ 65 ലക്ഷം വോട്ടർമാർ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്താവുകയാണ്. സുപ്രധാനം എന്ന് പറയേണ്ടത് RJDയുടെ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിട്ടുള്ള ബീഹാർ നിയമസഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള തേജസ്വി യാദവാണ്. മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി. നിതീഷ് കുമാർ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന തേജസ്വി യാദവിനെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഒരു നടപടിക്രമം. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പാട്നയിലുള്ള ഒരു വെറ്റിനറി കോളേജിൽ ഒരു ബൂത്തിൽ ബീഹാർ ഉപമുഖ്യമന്ത്രിയായിരുന്ന തേജസ്വി യാദവിന്റെ പേരുണ്ട്. അദ്ദേഹം വെറുതെ ഇലക്ഷൻ സ്റ്റണ്ട് സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നാണ്. എന്നാൽ ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കൃത്യമായ ആപ്പ് പരിശോധിച്ചുകൊണ്ട് തന്റെ പേര് വിവരങ്ങൾ അപ്രത്യക്ഷമായിട്ടുള്ള, തനിക്ക് വോട്ടവകാശമുള്ള ബൂത്തിലെ കൃത്യമായ വിവരങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു. അത് കൃത്യമായി ജനങ്ങളിലേക്ക് പങ്കുവച്ചിരിക്കുകയാണ്. ഒന്നാലോചിക്കണം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അടിസ്ഥാന യോഗ്യത പോലും ഇന്ത്യയിലെ ഒരു പൗരനാണ് എന്നുള്ളതാണ്. ആ അവകാശം പോലും ഹരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതുണ്ടോ? 65 ലക്ഷം വോട്ടർമാർ അയോഗ്യരായിക്കൊണ്ട് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ, പ്രത്യേകിച്ചും നാരോ വിക്ടറി മാത്രമാണ് കഴിഞ്ഞ തവണ NDA അവകാശപ്പെടാനുള്ളത്. RJD സഖ്യം വലിയ മുന്നേറ്റം നടത്തുമ്പോൾ കേവലം 1 ലക്ഷം വോട്ടിന്റെ വ്യത്യാസത്തിൽ ഭരണത്തിലേക്ക് വരുന്നു. പല ബൂത്തുകളിലും വലിയ ഒരു പോരാട്ടം നടന്ന് നേരിയ മാർജിനിലാണ് പല സീറ്റുകളും അട്ടിമറിക്കപ്പെട്ടത്. 1000 വോട്ടിന് താഴെയുള്ള പല ബൂത്തുകളുമുണ്ട്. ഐക്യജനാദളിന് കൃത്യമായി അതറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നത്. എന്നാൽ ലോക്സഭ MP ആയിട്ടുള്ള ഐക്യജനതാദൾ നേതാവ് പറഞ്ഞതിൻ പ്രകാരം ഇപ്പോൾ നിതീഷ് കുമാർ വെട്ടിലായിരിക്കുകയാണ്. ലോക്സഭാ MP-മാരിൽ പലരും പറഞ്ഞത് തങ്ങളെ ജയിപ്പിച്ച വോട്ടർമാർ അയോഗ്യരാണ് എന്ന് പറഞ്ഞാൽ അവരും അയോഗ്യരാണ് എന്നതല്ലേ അതിന്റെ അർത്ഥം? നിതീഷിനോട് ചോദിക്കുമ്പോൾ നിതീഷിന് ഉത്തരമില്ല. നിതീഷ് BJPയുടെ കയ്യിൽ ഒരു കളിപ്പാവയായി ഇരിക്കുന്നതിലും ഭേദം നിങ്ങൾ രാജിവെച്ച് വനവാസത്തിൽ പോകൂ എന്ന് ആർജവത്തോടെ കൃത്യമായി കരുത്തോടെ പറയുകയാണ് തേജസ്വി. എന്തിനാണ് നിങ്ങൾ ഈ നട്ടല് പണയം വെച്ച് BJPയുടെ കൂടെ കൂടിയിരിക്കുന്നത്? നിങ്ങൾക്ക് വീണ്ടും ഒരു മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കില്ല, എഴുതി തരാം പേപ്പറിൽ എന്നാണ് തേജസ്വി പറഞ്ഞിരിക്കുന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷം വിചാരിച്ചാൽ നടക്കും, അത് നടത്തിയിരിക്കും. വോട്ടർമാരെ തിരികെ അവരെ വോട്ടർ പട്ടികയിലേക്ക് കയറ്റിയില്ലെങ്കിൽ, പ്രത്യേകിച്ചും ജീവിച്ചിരിക്കുന്ന വോട്ടർമാർ മരിച്ചുപോയി എന്ന രീതിയിൽ പലരുടെയും പേരുകൾ വെട്ടിത്തള്ളുകയാണ്. 65 ലക്ഷം വോട്ടർമാരുടെ കാര്യം 1987 മുമ്പ് ജനിച്ചവരുടെ കാര്യമാണെങ്കിൽ അവരുടെ ജനനത്തിൽ തെളിയിക്കുന്ന ഏതെങ്കിലും തെളിവുകൾ ഹാജരാക്കണം. 2003 ശേഷമുള്ളവരുടെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് വ്യാപകമായിട്ടുള്ള കൃത്രിമത്വം ഉണ്ടാക്കിയെടുക്കുന്നത്. BJP വലിയ കളികളാണ് ബീഹാറിൽ നടത്തിയിരിക്കുന്നത്. ആ രാഷ്ട്രീയ കളിയിൽ അവിടുത്തെ വോട്ടർമാരെ മുഴുവൻ മണ്ടന്മാരാക്കി, വിഡ്ഢികളാക്കി തെരഞ്ഞെടുപ്പിനെ അങ്ങ് ജയിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്.